സഭ വേദനിക്കുന്ന കർഷകരോടൊപ്പം എന്ന ഫാദർ ഫിലിപ്പ് കവീൽ പതിവായി അരങ്ങേറുന്ന വന്യമൃഗ ആക്രമണങ്ങളോട് അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് ഫാദർ ഫിലിപ്പ് കവീൽ വ്യക്തമാക്കി. ഈയൊരു മാസക്കാലം നിരവധി ജീവിതങ്ങൾ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടും അധികൃതർ ഈ വിഷയത്തിൽ കാണിക്കുന്നത് തികഞ്ഞ നിസ്സംഗതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുജന പ്രക്ഷോഭമുണ്ടായാൽ മാത്രമേ സർക്കാർ ഒരു വിഷയത്തിൽ ഇടപെടൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തികച്ചും തെറ്റായ സമീപനമാണെന്നും കർഷകരുടെ ആവശ്യങ്ങളിൽ ഗവൺമെന്റ് കാണിക്കുന്ന പിന്തിരിപ്പൻ നയം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വന്യജീവി ആക്രമണത്തിന് തടയിടാൻ ഫലപ്രദമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാട്ടുനീതിക്കെതിരെ നമ്മുടെ രൂപതയിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി, ഗ്ലോബൽ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവീലച്ചൻ ഷെഗന ടി വിയോടൊപ്പമുണ്ട്. 22-ാം തീയതി വരുന്ന വയനാട്ടിലെ ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് സമൂഹത്തിലെ കർഷകരോടൊപ്പമാണ് സഭ നിൽക്കുന്നത് എന്ന് ഒന്നും കൂടെ ഊന്നി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരുക്കത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കവീലച്ചൻ ഇവിടെ ആയിരിക്കുകയാണ്. AKCC പ്രതിനിധികളോടൊപ്പം അതിനുവേണ്ടിയുള്ള ഒരു യോഗം ഇവിടെ കൂടുകയുണ്ടായി. അപ്പോൾ അതിനോട് എങ്ങനെയാണ് ഈ വരുന്ന ഈ പ്രോഗ്രാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിനോടൊന്ന് അച്ഛൻ പ്രതികരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു രൂക്ഷമായ പ്രശ്നമാണ് വന്യമൃഗ ആക്രമണം. വാസ്തവത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 11 മുതൽ 22 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അതിജീവന യാത്രയിൽ ഏറ്റവും ശക്തമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു വിഷയമായിരുന്നു ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നത്. അന്ന് കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിലെ സാധാരണക്കാരായ വനാന്തരങ്ങളോട് അടുത്ത് താമസിക്കുന്ന കർഷകരുടെയും സാധാരണക്കാരുടെയും വലിയ ഭീതിതമായ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ, സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ബധിരകർണങ്ങളിലാണ് അന്ന് ഈ ആവശ്യങ്ങളൊക്കെ പതിച്ചത്. സർക്കാർ ഒന്നും ചെയ്യാത്തത് മൂലം ഇന്ന് നമ്മൾ കാണുന്ന ദുരന്തം ഇവിടെ സംഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത് 2 മനുഷ്യജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ നഷ്ടപ്പെട്ടത്. അതുപോലെ പുലിയുടെ, കടുവയുടെ, കാട്ടുപോത്തിൻ്റെ, കുരങ്ങിൻ്റെ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം നിത്യസംഭവമായി വയനാട്ടുകാർക്ക് അനുഭവപ്പെട്ടു. ഇത് വയനാട്ടിൽ മാത്രമല്ല, മലബാറിലെ കണ്ണൂരിലും കാസർഗോഡും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പ്രദേശം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു, അച്ഛാ, ഞങ്ങളുടെ ഈ പ്രദേശത്തും വന്യജീവികളുടെ ആക്രമണമുണ്ട്. ഒരു ബൈക്കിൽ പോയ ഒരു മകളുടെയും ഒരു പിതാവിൻ്റെയും കഥ അവരെന്നോട് പറഞ്ഞു. അവരെ കാട്ടുപന്നി ആക്രമിച്ച് ഈ 2 വ്യക്തികളും, അപ്പനും മകളും, കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കാട്ടുപന്നി പട്ടാപ്പകൽ മനുഷ്യരെ ആക്രമിക്കുന്നു. സ്കൂട്ടറിൽ പോകുന്ന, നടന്നു പോകുന്ന, പറമ്പിൽ പണിയെടുക്കുന്ന മനുഷ്യരെ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയാണ്. ഇതൊരു സാധാരണ സംഭവമായി മാറി. ഈ മലയോര ഗ്രാമങ്ങളിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ പട്ടണ നിവാസികൾ എത്രമാത്രം ബോധവാന്മാരാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അതിജീവന യാത്ര നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കുവാൻ സർക്കാർ സന്നദ്ധമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തുമാത്രം നിലവിളിച്ചിട്ടാണ് 3 മന്ത്രിമാർ ഈ വയനാട്ടിൽ വരാൻ താല്പര്യം കാണിച്ചത്? പൊതുജനത്തിൻ്റെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരന് നീതി ലഭിക്കൂ എന്ന് പറയുന്നത് കഷ്ടമാണ്. ഇവിടെയുള്ള സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. മറ്റൊരു വലിയ പ്രശ്നമാണ് കർഷകരുടെ കടക്കണി. പല കർഷകരും വലിയ കടക്കണിയിലും ജപ്തി ഭീഷണിയിലുമാണ്. അതും ഞങ്ങൾ അന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അടുത്ത വലിയ പ്രശ്നം അതാണ്. ഒട്ടേറെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അതിനും നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വരുന്ന 22-ാം തീയതി വയനാട്ടിലെ കൽപ്പറ്റയിൽ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തുന്ന ഉപവാസ സമരം, ഞാൻ പറയുകയാണ്, ഈ ഉപവാസ സമരം വളരെ സമാധാനപൂർണമായ ഗാന്ധിയൻ രീതിയിലുള്ള ഉപവാസ സമരമാണ്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. സമാധാനപരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഗവൺമെൻറ് സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. 10 മണിക്ക് തുടങ്ങുന്ന ഉപവാസ സമരം 2:30-2:45 സമയത്തോടെ ഒരു കർഷക റാലിയായി
പൊതുജന റാലിയായി കളക്ടറേറ്റ് പടിക്കൽ വരികയും അവിടെ വലിയ പൊതുസമ്മേളനം അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ബിഷപ്പ് ഡെലഗേറ്റ് ആയിരിക്കുന്ന അഭിമന്യ മാർ റെമീജിയോസ് ഇഞ്ചനാനി പിതാവും മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ ജോസ് പൊരുന്നേടം പിതാവും മാനന്തവാടിയുടെ സഹായമെത്രാൻ അഭിമന്യ അലക്സ് പിതാവും ഈ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. അവിടെ തടിച്ചുകൂടാൻ പോകുന്ന 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഗവൺമെൻറ്റിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വമെടുക്കുന്ന ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. എല്ലാവരെയും ഈ റാലിയും പൊതുസമ്മേളനവും ഉപവാസ സമരവും വിജയിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർഷകരുടെ, മലയോര ഗ്രാമങ്ങളിലെ നിവാസികളുടെ പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള പ്രത്യാശയോടെ ജയ് കത്തോലിക്ക കോൺഗ്രസ്. ഷെഗേന ന്യൂസ്, കണ്ണൂർ.